നമസ്കാരം. ടൈം മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. പെൻഷൻ തുക വീട്ടിലെത്തിക്കുന്നതിന് നിങ്ങൾ ഇനി പ്രത്യേക തുക അതിന് നൽകേണ്ടതില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു. ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല. പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും 30 രൂപ വീതം ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട്. അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും ഫീസായി നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിച്ച വാർത്തയും വന്നു. സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായി ധനകാര്യമന്ത്രി കെ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട്. അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം. ഇതിനായി സർക്കാരിന് 1800 കോടി രൂപയോളം വേണ്ടിവരുമെന്നും ധനവകുപ്പ് പറയുന്നു. 2 ഗഡു പെൻഷൻ ഒരുമിച്ച് ലഭിക്കുന്നതോടെ ഓരോ ഗുണഭോക്താവിനും അടുത്ത മാസം 3200 രൂപ വീതം ലഭിക്കും. ഇതേസമയം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ കഴിഞ്ഞ വർഷത്തെ കൂലി കുടിശ്ശിക കേന്ദ്ര വികസന മന്ത്രാലയം അനുവദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ തൊഴിലുറപ്പ് അംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ പണം എത്തിച്ചേരും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വനിതകൾ ഉൾപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണല്ലോ തൊഴിലുറപ്പ് പദ്ധതി. ധാരാളം സ്ത്രീകൾക്ക് ഇതുമൂലം സ്ഥിരമായി തൊഴിൽ ലഭിക്കുകയും കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടത്താൻ ഇടയാകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി വന്ന ചില പരിഷ്കാരങ്ങളുടെ പേരിൽ പലരും തൊഴിലുറപ്പ് പദ്ധതികളിൽ നിന്ന് മാറി നിന്നു. കൂടുതലായും ശമ്പളം കൃത്യസമയത്ത് കിട്ടാതെ വരിക, മറ്റു ചില ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെയായിരുന്നു അവരെ അതിൽ നിന്നും അകറ്റിയിരുന്നത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അനുസരിച്ച് ശമ്പള കുടിശ്ശിക അവർക്ക് കേന്ദ്രം തന്നെ നൽകുന്നതായുള്ള വാർത്തകളാണ് വരുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതലുള്ള കൂലി ഇനത്തിൽ ഏകദേശം 105 കോടി രൂപയാണ് ജില്ലയിൽ കുടിശ്ശികയുണ്ടായിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 60.9 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് ജില്ലയ്ക്ക് അനുവദിച്ചിരുന്നത്. എന്നാൽ 1 കോടിയോളം തൊഴിൽ ദിനങ്ങൾ നൽകി. അധികമായി നൽകിയ തൊഴിൽ ദിനങ്ങൾക്ക് ആനുപാതികമായി ലേബർ ബഡ്ജറ്റ് പരിഷ്കരിക്കാത്തതാണ് കൂലി അനുവദിക്കുന്നതിന് തടസ്സമായി വൈകിയത്. ഈ വർഷത്തെ വിഹിതത്തിൽ നിന്ന് കൂലി കുടിശ്ശിക നൽകേണ്ടി വരുമോ എന്ന ആശങ്കയും ഉയർന്നിരുന്നു. 3 മാസത്തെ കൂലി കിട്ടാത്തതിനാൽ ഈ സാമ്പത്തിക വർഷം ഒരു വിഭാഗം തൊഴിലുറപ്പ് അംഗങ്ങൾ ജോലിക്ക് കൃത്യമായി എത്തിയിരുന്നില്ല. മുൻ വർഷങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ ശരാശരി 7 ലക്ഷം തൊഴിൽ ദിനങ്ങൾ ജില്ലയിൽ നൽകുന്നതാണ്. എന്നാൽ ഇത്തവണ ഒരു വിഭാഗം അംഗങ്ങൾ ജോലിക്ക് സന്നദ്ധരാകാത്തതിനാൽ 3.5 ലക്ഷം തൊഴിൽ ദിനങ്ങളെ ജില്ലയിൽ ഇതുവരെ നൽകിയിട്ടുള്ളൂ. കൂലി ലഭിക്കുന്നതോടെ കൂടുതൽ പേർ ജോലിക്കെത്തി പദ്ധതിയുടെ വേഗത വർദ്ധിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച വാർത്ത ശ്രദ്ധിക്കുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.